ഹലോ ഫ്രണ്ട്സ്, ലേണിംഗ് ലാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുടെ അറിവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രസകരമായ GK ചോദ്യങ്ങളുമായാണ് ലേണിംഗ് ലാമ്പ് എന്നും എത്താറുള്ളത്. ചന്ദ്രദിന സ്പെഷ്യൽ സീരീസിൻ്റെ രണ്ടാം ഭാഗത്തിൽ ബഹിരാകാശ ചരിത്രവും ഇന്ത്യയുടെ അഭിമാനകരമായ ബഹിരാകാശ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ചോദ്യവും ശ്രദ്ധിച്ചു കേട്ട് ഉത്തരം പറയാൻ ശ്രമിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും ഇനിയും ഇത്തരം രസകരമായ GK വീഡിയോകൾക്കായി നമ്മുടെ ലേണിംഗ് ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. 1975 ഏപ്രിൽ 19 ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട എന്ന് പറയുന്നത്. വളരെ പ്രശസ്തനായിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞൻ ആര്യഭട്ടൻ്റെ പേരാണ് ഈ ഒരു ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു പദ്ധതി, അതായത് ആര്യഭട്ട എന്നുള്ളത്, ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് കൂടിയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ISRO അല്ലെങ്കിൽ ഇസ്രോ. ISRO എന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. ഇന്ത്യയുടെ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും അതുപോലെ ചന്ദ്ര ചൊവ്വ ദൗത്യങ്ങളുമെല്ലാം നടത്തുന്നത് ഈ ഒരു സ്ഥാപനമാണ്. ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ പ്രവർത്തനക്ഷമമായ വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3. ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ പ്രവർത്തനക്ഷമമായ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് LVM-3 എന്നുള്ളതാണ്. നമ്മുടെ ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാന ദൗത്യങ്ങളെല്ലാം വിക്ഷേപിക്കാൻ LVM-3 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ റോക്കറ്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടക്കാൻ. നമുക്കറിയാം, വളരെ ശക്തമായ ഗുരുത്വാകർഷണമാണ് ഭൂമിക്കുള്ളത്. ഇത് മുൻപുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശക്തമായ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടന്നുകൊണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ സമർപ്പിത ജ്യോതിശാസ്ത്ര ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആസ്ട്രോസാറ്റ്. ഒരു ജോലി മാത്രം ചെയ്യാൻ നിർമ്മിച്ച ഉപഗ്രഹത്തെയാണ് സമർപ്പിത ഉപഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രോസാറ്റിൻ്റെ ജോലി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര ഉപഗ്രഹം എന്ന് ആസ്ട്രോസാറ്റ് അറിയപ്പെടുന്നത്. 2015 വിക്ഷേപിച്ച ആസ്ട്രോസാറ്റ് എന്ന ഉപഗ്രഹം നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും എല്ലാം പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. ബഹിരാകാശത്തിലൂടെ നടന്ന ആദ്യ വനിത ആരാണ്? വാലന്റീന തെരഷ്കോവ. 1963 ബഹിരാകാശത്ത് യാത്ര ചെയ്ത ആദ്യത്തെ വനിതയാണ് വാലന്റീന തെരഷ്കോവ. റോക്കറ്റിൽ നിന്ന് വേർപെട്ട് ബഹിരാകാശത്ത് പ്രവർത്തനം നടത്തുന്ന ഉപകരണത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഉപഗ്രഹം അല്ലെങ്കിൽ സാറ്റലൈറ്റ്. നമുക്കറിയാം, റോക്കറ്റ് നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെയെല്ലാം മറികടന്നുകൊണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കുന്നു. അങ്ങനെ ബഹിരാകാശത്ത് എത്തിച്ചേർന്ന ഉപഗ്രഹങ്ങൾ സ്വന്തം ഭ്രമണപഥത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ പരീക്ഷണത്തിന് എന്താണ് പേര്? ഉത്തരം RLV-TD. അതായത് ബഹിരാകാശത്ത് വിക്ഷേപണം നടത്തിയിട്ടുള്ള റോക്കറ്റുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു RLV-TD എന്ന് പറയുന്നത്. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം എന്നത് നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു വിക്ഷേപണ വാഹനം എന്നതാണ് അർത്ഥമാക്കുന്നത്. സാധാരണയായിട്ട് റോക്കറ്റുകൾ ഒരു പ്രാവശ്യം വിക്ഷേപണം നടത്തിയാൽ അവയുടെ ഭൂരിഭാഗവും നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ കഴിയില്ല. അവ ഉപയോഗശൂന്യമാകും. പക്ഷേ വിക്ഷേപണ വാഹനം ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചെത്തിക്കുകയാണെങ്കിൽ അവ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തുക. ഇതിനെയാണ് RLV-TD എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാം.
ഇത്തരത്തിൽ റോക്കറ്റുകളെല്ലാം പുനരുപയോഗിക്കുന്നത് വഴി ബഹിരാകാശ ദൗത്യങ്ങളുടെ ചിലവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഗഗൻയാൻ. ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, അതായത് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏതാണ്? ആദിത്യ L1. സൂര്യനെ പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ദൗത്യമാണ് ആദിത്യ L1. സൂര്യൻ്റെ പുറംപാളികളെക്കുറിച്ചും സൗരക്കാറ്റിനെക്കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ് ആദിത്യ L1 എന്ന ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്രികൻ ആരാണ്? രാകേഷ് ശർമ്മ. 1984 രാകേഷ് ശർമ്മ സോവിയറ്റ് ബഹിരാകാശ പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തത്. ബഹിരാകാശത്ത് യാത്ര പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? യൂറി ഗഗാറിൻ. 1961 സോവിയറ്റ് യൂണിയൻ്റെ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ മനുഷ്യനായി ചരിത്രം സൃഷ്ടിച്ചു. ചന്ദ്രന് സ്വന്തമായി പ്രകാശമുണ്ടോ? ഇല്ല, ചന്ദ്രൻ സ്വയം പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നില്ല. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിച്ച് പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് രാത്രിയിൽ അത് പ്രകാശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നും പുതിയ അറിവുകൾ നേടാൻ സഹായിച്ചെന്നും പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകളുമായി ലേണിംഗ് ലാമ്പിൽ വീണ്ടും കാണാം.